നമസ്കാരം. പതിരും കതിരും. ഫ്രാന്തും നല്ല ഒന്നാന്തരം സാഹിത്യമാക്കി മാറ്റിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഫ്രാന്ത് യുക്തിക്ക് വിധേയമല്ലാത്ത വഴിവിട്ട തമാശകൾ പറയാറുണ്ട്. ഒരു കഥയിൽ നായന്മാരെയും ക്രിസ്ത്യാനികളെയും മുട്ടൻ തെറി പറഞ്ഞുകൊണ്ട് കപ്പ തിന്നുന്ന ബഷീറിനെ കാണാം. ഞാൻ ഇളകിപ്പോയെന്ന് ബഷീർ പലവട്ടം എഴുതുന്നുണ്ട്. അത് ഫ്രാന്തിൻ്റെ ഇളക്കമാണ്. ബഷീർ കപ്പ തിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെയും നായന്മാരെയുമാണ് തെറി വിളിക്കുന്നതെങ്കിൽ വിശപ്പിന് ഭക്ഷണം കഴിച്ച കുറ്റത്തിനാണ് VD സതീശനെ CPM നേതാക്കന്മാരും അന്തം അടിമകളും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പിണറായി വിജയനെ ഓരോന്ന് പറഞ്ഞ് ദ്രോഹിച്ചതിനെല്ലാം ഞങ്ങൾ കണക്ക് ചോദിക്കുമെന്നാണ് അവർ ശപഥം ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ VD സതീശൻ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ദൃശ്യങ്ങളാണിപ്പോൾ ഉന്തിത്തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നേതാവ് മറ്റുള്ളവർക്കൊപ്പം തീന്മേശയിലിരുന്ന് കഴിക്കുകയും ഒരു 100 പേര് ചുറ്റും നിൽക്കുകയും ചെയ്യുന്നതാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യം. മുമ്പിൽ വിളമ്പി വച്ചിരിക്കുന്നത് നെയ്മീനാണോ കരിഞ്ചേളയാണോ എന്ന് കുത്തി നോക്കിയിട്ട് പിണങ്ങിയിറങ്ങിപ്പോകുന്ന പിണറായി വിജയന് ഭക്ഷണം ഒരു രഹസ്യമായ ഏർപ്പാടാണ്. പൗരപ്രമുഖർക്കൊപ്പം ഇരുന്നേ പിണറായി വിജയൻ ചാപ്പാട് കഴിക്കും. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹം ആഹാരം കഴിക്കുന്നതിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ടോ? VD സതീശൻ്റെ പിന്നിൽ നിൽക്കുന്നതൊക്കെ പാർട്ടി പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമാണ്. എന്നാൽ പിണറായി വിജയൻ അമൃതേത്ത് കഴിക്കുമ്പോൾ തൊട്ടു പിന്നിൽ സ്വപ്ന സുരേഷ് നിൽക്കുന്ന ഒരു പടം ഇടയ്ക്കിടെ കാണാറുണ്ട്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന് ആരെങ്കിലും 10 പേര് കൂടെയില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെ ചുറ്റും നിൽക്കും. അവർ തൻ്റെ ഇലയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നതായിരുന്നു കരുണാകരന് ഇഷ്ടമെന്ന് കേട്ടിട്ടുണ്ട്. ശോഭന ജോർജും മാലയത്ത് സരളാദേവിയും എന്തിനേറെ ചെന്നിത്തലയും വരെ കരുണാകരനൊപ്പം ഇരുന്ന് ഉണ്ട് ഇലയിൽ നിന്നും എടുത്തു കഴിച്ചവരാണ്. കേരളത്തിൽ മുൻപും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് കരുതി അന്നത്തെ ഭരണാധികാരികൾ ആരെങ്കിലും പട്ടിണിയിരുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഊണും ഉറക്കവും മറന്നു പോകുന്നയാളായിരുന്നു. കിട്ടുമ്പോൾ കഴിക്കുക, എവിടെ നിന്നും കഴിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. കേരളത്തിലൊരു പ്രളയ ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ വിരുന്നുണ്ടത് ശരിയാണോ എന്ന് ചോദ്യം തികച്ചും ന്യായമാണ്. മുഖ്യമന്ത്രി ഒരു വീട്ടിൽ സന്ദർശനത്തിനെത്തുമ്പോൾ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അത് സൗകര്യക്കൂടുതലുള്ള ഒരു വീട്ടിലേക്ക് മാറ്റുന്നു. അവിടെ കുറേ ആളുകൾ കൂടുന്നു. അത് വിരുന്നാണോ വിശപ്പിന് ആഹാരം കഴിക്കുന്നതാണോ? VD സതീശനെ പോലെ ജനകീയനായ നേതാവ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചുറ്റും ആൾ കൂടി നിൽക്കുന്നത് സൽക്കാരത്തിൻ്റെ ഭാഗമാകുമോ? ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ അന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചില സിനിമാ മുഹൂർത്തങ്ങൾ കൂടി ചേർത്താണ്. ഒരു കള്ളുഷാപ്പ് രംഗത്തിൽ കൊക്കുണ്ടോ കാടയുണ്ടോ എന്നൊക്കെ ജഗദീഷും മാമുക്കയും ചോദിക്കുന്നതാണ് രംഗം. എന്തായാലും ഈ വിരുന്നിനെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് മരക്കുറ്റി ചാനലുകാരൻ അന്തപ്പനും മിനുസത്തലയനും കൂടി. എല്ലാം പിണറായി വിജയനെ കണ്ടുപഠിക്കണം. ഒരു ദുരന്തം നടക്കുമ്പോൾ വിരുന്നുണ്ണാമോ? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. ഒരു ദുരന്തം നടക്കുമ്പോൾ അമ്മായിയപ്പനെ ആശുപത്രിയിൽ പോയി കാണാൻ പോകാമോ? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്തായാലും തൻ്റെ വാർത്താ സമ്മേളനം ബുധനാഴ്ചയിലേക്ക് നീട്ടിവെക്കാതെ ഇന്ന് തന്നെ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടു. പ്രളയത്തിനിടയിൽ താൻ ആഹാരം കഴിച്ചത് വലിയ തെറ്റായിപ്പോയെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതോടെ AKG സെൻറ്റർ മാപ്പ് കൊടുക്കാനാണ് സാധ്യത. 3 നേരം എന്നത് 1 നേരമാക്കണമെന്ന് അവർ ചിലപ്പോൾ ആവശ്യപ്പെടും. ഞാനവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ പിണറായി വിജയൻ പ്രളയത്തെപ്പറ്റിയല്ല PM ശ്രീയെപ്പറ്റിയും പുനർജനിയെപ്പറ്റിയുമാണല്ലോ പറഞ്ഞത്. അത് ശരിയാണോ? ഈ സമയത്ത് രാഷ്ട്രീയം പറയുകയാണോ ചെയ്യേണ്ടതെന്ന മറുചോദ്യം സതീശൻ ചോദിച്ചു. പിണറായി അതുമാത്രമല്ല രാമായണത്തെപ്പറ്റിയും പറഞ്ഞിരുന്നു സാർ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാമായണം മുഴുവൻ വായിച്ചിട്ടും ശ്രീരാമൻ സീതയുടെ ആരാ എന്ന് ചോദിക്കും പോലെയല്ലേ എന്നായി പിണറായി. ഞാൻ ഹെലികോപ്റ്റർ എടുത്ത് പോയത് സ്വന്തം കാര്യത്തിനല്ലെന്നും സംസ്ഥാന സർക്കാരിന് കാൽത്തൊട്ടിൻ്റെ പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്നും ഒരു നിക്ഷേപകരുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് പോയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ പിന്നെ അത് ഏത് നിക്ഷേപകരാണെന്നായി ചോദ്യം. ആ വിളച്ചിൽ കയ്യിലിരിക്കട്ടെ, അതും കൂടി പാര വയ്ക്കാനാണോ എന്ന രീതിയിൽ മറുചോദ്യം. ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ സമയം കൊണ്ട് സർവ്വതിനെയും തൂത്തുവാരി മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയി. കിട്ടി ബോധിച്ചു എന്ന മട്ടിൽ നെടുവീർപ്പും വിട്ട് ദേശാഭിമാനിക്കാരും കൈരളിക്കാരും അവിടെ തന്നെ കുറച്ചു നേരം കൂടി നിന്നു. മുഖ്യമന്ത്രിയെ കാണുന്നില്ലേ, അദ്ദേഹം വായ തുറക്കുന്നില്ലേ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന മരമുറിക്കാരനും സമാധാനമായെന്ന് തോന്നുന്നു. കേരളം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് എന്തുകൊണ്ട് ഉച്ചയൂണിന് നെയ്മീനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല. ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നോ വെള്ളപ്പൊക്ക മേഖലയിൽ നിന്നോ സർക്കാരിൻ്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന്
ഒറ്റ മാപ്രകളും ഒരക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല. അങ്ങനെ ഇന്നത്തെ വാർത്താ സമ്മേളനം സർവം ശുഭം. 2 വെയിലുറച്ചാൽ വെള്ളമിറങ്ങും. അപ്പോഴും സതീശൻ്റെ തീറ്റപാത്രത്തിൽ നോക്കി വെള്ളമിറക്കുകയാണ് കമ്മികൾ. അവരുടെ തലയിൽ നിന്നും ചെളിവെള്ളം ഇറങ്ങാനുള്ള ഒരു സാധ്യതയും തൽക്കാലമില്ല.